ഉത്തർപ്രദേശ് സ്വദേശിയായ ഷഹ്സാദി ഖാന്റെ വധശിക്ഷ UAE നടപ്പാക്കിയെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. ഫെബ്രുവരി 14-നായിരുന്നു ഷഹ്സാദിയുടെ വധശിക്ഷ നടപ്പാക്കിയത്. തൊഴിലുടമയുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു നടപടി. തനിക്ക് 8 വയസ്സുള്ളപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട മുഖത്തുണ്ടായ പാടുകൾ മായ്ക്കാൻ പ്ലാസ്റ്റിക് സർജറി നടപ്പാക്കാൻ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷഹ്സാദി വിദേശത്തേക്ക് എത്തുന്നത്. എന്നാൽ താൻ ജോലിക്ക് നിന്ന വീട്ടിലെ 4 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചതിനു പിന്നാലെ അവളെ കൊലക്കുറ്റം ചുമത്തി ജയിലിലടയ്ക്കുകയായിരുന്നു. കോവിഡ് കാലത്താണ് ഷഹ്സാദി ആഗ്രക്കാരനായ ചെരുപ്പ് വ്യവസായിയായ ഉസൈറുമായി ഫേസ്ബുക്കിലൂടെ സൗഹൃദം സ്ഥാപിക്കുന്നത്. തുടർന്ന് ഷഹ്സാദി ഉസൈറിനോട് തനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. തുടർന്നാണ് ഉസൈർ അവൾക്ക് UAE-യിൽ ജോലി വാഗ്ദാനം ചെയ്യുന്നത്. തന്റെ അമ്മാവൻ ഫൈസും ഭാര്യ നാസിയും അവിടെയുണ്ടെന്നും ഉസൈർ പറഞ്ഞിരുന്നു. ദമ്പതിമാർ 10 വർഷമായി അബുദാബിയിലായിരുന്നു താമസിച്ചിരുന്നത്. തുടർന്ന് 2021-ലായിരുന്നു ഷഹ്സാദി അബുദാബിയിൽ ജോലിക്കായി എത്തുന്നത്. അബുദാബിയിലെത്തിയ ശേഷം ഉസൈറിന്റെ ബന്ധുക്കളായ ഫൈസിനും ഭാര്യ നാസിയയ്ക്കുമൊപ്പമായിരുന്നു ഷഹ്സാദിയുടെ താമസം. അവരുടെ വീട്ടുജോലിയായിരുന്നു ഷഹ്സാദി ചെയ്തിരുന്നത്. 2022 ഓഗസ്റ്റിൽ നാദിയ ഒരു മകന് ജന്മം നൽകി. എന്നാൽ 2022 ഡിസംബർ 6-ന് ഫൈസിന്റെയും നാസിയുടെയും 4 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. ഒരു വാക്സിനേഷൻ എടുത്തതിന്റെ പിന്നാലെയായിരുന്നു കുഞ്ഞിന്റെ മരണം. 2023 ഫെബ്രുവരി 10-ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് ഷഹ്സാദിക്കെതിരെ കുറ്റം ചുമത്തി. തുടർന്ന് 2023 ഫെബ്രുവരി 10-ന് അബുദാബി പോലീസ് ഷഹ്സാദിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവൾക്ക് അവസരം ലഭിച്ചില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 2023 ജൂലൈ 31-നാണ് കോടതി ഷഹ്സാദിക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഷഹ്സാദിയുടെ പിതാവ് ഷബീർ ഖാൻ മകളുടെ മോചനത്തിനായി പല വാതിലുകളും മുട്ടിയെങ്കിലും അവയൊന്നും തന്നെ ഫലം കണ്ടില്ല. ഷഹ്സാദിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തെയും ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ മന്ത്രാലയത്തിൽ നിന്ന് മറുപടി ലഭിച്ചപ്പോഴേക്കും ഷഹ്സാദിയുടെ വധശിക്ഷ UAE നടപ്പിലാക്കിയിരുന്നു. ഇപ്പോൾ ഉസൈറിനും ദമ്പതിമാർക്കുമെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് ഷഹ്സാദിയുടെ കുടുംബം. അതേസമയം ഷഹ്സാദിയുടെ വധശിക്ഷ നടപ്പാക്കിയതിന് പിന്നാലെ യമനിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ കാര്യത്തിലും ചർച്ചകൾ സജീവമാവുകയാണ്. നിമിഷപ്രിയയുടെ മോചനം കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബവും തമ്മിലുള്ള വിഷയമാണെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത്. നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ സഹമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലൂടെ $40,000 കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറിയിരുന്നു. ഇനിയുള്ള നടപടികൾക്കായി നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുകയാണെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടില്ലെന്ന് നേരത്തെ യമൻ വ്യക്തമാക്കിയിരുന്നു. ഇനി നിമിഷപ്രിയയുടെ മോചനത്തിനായി എന്തെല്ലാം വഴികൾ സ്വീകരിക്കാമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.